നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിന്റെ ചൂട് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ചൂടിനേക്കാൾ എത്രയോ തീക്ഷ്ണമാണ്, എത്രയോ വലുതാണ്. അവർ ഈ നന്മ മുടക്കാൻ പറഞ്ഞത് ചൂടാണെന്നല്ലേ, വിയർക്കുമെന്നല്ലേ, ശരീരത്ത് ചൂട് തട്ടുമെന്നല്ലേ, സൂര്യന്റെ പ്രകാശമേൽക്കുമെന്നല്ലേ, സൂര്യതാപമേറ്റു പെടഞ്ഞു പോകുമെന്നല്ലേ. അറിയാനാണ് മുഅ്മിനെ നമ്മൾ അനുഭവിക്കുന്ന ചൂട്, സൂര്യനിൽ നിന്നുള്ള ഈ ചൂട് നമ്മൾ അനുഭവിക്കുന്ന ഓരോ നേരത്തും പാതിരാവും പകലും കൽബിൽ വരേണ്ട ചിന്ത അല്ലാഹ് അല്ലാഹ്. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, ജഹന്നമാകുന്ന നരകം, അല്ലാഹുവിന്റെ ശിക്ഷകളുടെ സങ്കേതമാകുന്ന നരകത്തിന്റെ ചൂട് ഈ മഹാപ്രപഞ്ചത്തിനെ ഉരുക്കിയൊലിക്കുന്ന സൂര്യന്റെ ചൂടിനേക്കാൾ കാഠിന്യമേറിയതാണെന്ന് ഖുർആൻ, കാഠിന്യമേറിയതാണെന്ന് ഖുർആൻ. അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയും നാമുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ എല്ലാവരെയും അല്ലാഹു നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുനിയാവിലെ ചൂട് സഹിക്കാൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെയാണ് നരകത്തിലെ ചൂട് സഹിക്കുക? നമുക്ക് ആലോചിക്കാനാണ്, ഓരോരുത്തർക്കും ചിന്തിക്കാനാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വർത്തമാനമില്ലേ, അക്സിറൂ ദിക്റന്നാർ ഫഇന്ന ഹർറഹാ ശദീദ്. നിങ്ങൾ നരകത്തെക്കുറിച്ച് വല്ലാതെ ഓർക്കണം. തീർച്ചയായും നരകത്തിന്റെ ചൂട് വളരെയേറെ അധികരിച്ചതാണ്. നരകത്തിന്റെ ചൂടിന്റെ കാഠിന്യം വലുതാണ്, അതിന്റെ ആഴം വലുതാണ്, അതിന്റെ പരപ്പ് വലുതാണ്. അതുകൊണ്ട് ചൂടുകാലം വരുമ്പോ അല്ലാഹുവിന്റെ ശിക്ഷയുടെ സങ്കേതമായ നരകത്തെക്കുറിച്ച് ആലോചിച്ചോ എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു